Hi friends, the topic is trace elements in human beings or a human body, and the trace elements are vital for human body to maintain normal and complex psychological functions related to body's growth and development. ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ ബോഡീസ് നടക്കുന്ന നോർമൽ ആൻഡ് കോംപ്ലക്സ് സൈക്കോളജിക്കൽ ഫങ്ഷൻസിൻ്റെ മെയിൻറ്റെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എലമെൻറ്റ്സ് ആവശ്യം. ദിസ് ഈസ് കോൾഡ് ആസ് ട്രേസ് എലമെൻറ്റ്സ് ബിക്കോസ് ഓഫ് ദിയർ ബോഡി കോൺസെൻട്രേഷൻ വിച്ച് ഈസ് വെരി ഫ്യൂ മില്ലിഗ്രാം പെർ കിലോഗ്രാം ഓർ ലെസ്. ഇതിനെ ഈ എലമെൻറ്റ്സിനെല്ലാം ട്രേസ് എലമെൻറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അതിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് വെരി ഫ്യൂ മില്ലിഗ്രാം പെർ കിലോഗ്രാം ഓഫ് ലെസ് ആയതുകൊണ്ടാണ് അതിൻ്റെ ട്രേസ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. The daily requirement of dietary trace element is few milligrams. അതുപോലെ തന്നെ ഈ എലമെൻറ്റ്സ് എല്ലാം ഡെയിലി റിക്വയർമെൻറ്റ് പെർ മില്ലിഗ്രാം കണക്കിലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. നമ്മുടെ ഓക്സിജൻ, നൈട്രജൻ, കാർബൺ കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ പറയുന്ന പോലെ അത് ന്യൂട്രിയൻസ് ആണെങ്കിൽ അത് വലിയൊരു എമൗണ്ടിൽ ആവശ്യം വരികയാണെങ്കിൽ ഇത് വളരെ ചെറിയൊരു എമൗണ്ടിൽ മാത്രം ആവശ്യമായതുകൊണ്ടാണ് ഇതിന് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ട്രേസ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ട്രേസ് എലമെൻറ്റ്സിനെ കാറ്റഗറൈസ് ആസ് എസെൻഷ്യൽ, പ്രോബബ്ലി എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ബേസ്ഡ് അപ്പോൺ ദിയർ ബയോളജിക്കൽ എഫക്ട്, ഡിസീസ് ദാറ്റ് ഒക്കർ ഡ്യൂ ടു ദിയർ ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിറ്റി ഡ്യൂ ടു ഓവർഡോസ്. ഇതിന് ബയോളജിക്കൽ എഫക്റ്റ് ഇത് കൂടിയാലും കുറഞ്ഞ ഡെഫിഷ്യൻസി ആയുള്ള പ്രശ്നങ്ങൾ, ഡിസീസിനെ കുറിച്ച് അല്ലെങ്കിൽ ടോക്സിറ്റി ഡ്യൂ ടു ഓവർഡോസ് എന്നീ കാര്യങ്ങൾ വെച്ചിട്ടാണ് എസെൻഷ്യൽ, പ്രോബബ്ലി എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്നായി തിരിച്ചിരുന്നത്. എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്സ് അയൺ, സിങ്ക്, കോപ്പർ, കൊബാൾട്ട്, ക്രോമിയം, ഫ്ലൂറൈൻ, അയോഡൈൻ, മാഗ്നീസ്, മോളിബ്ഡനം ആൻഡ് സെലീനിയം ഇവയൊക്കെയാണ് എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്സ്. പ്രോബബ്ലി എസെൻഷ്യൽ നിക്കൽ, ടിൻ, വനേഡിയം, സിലിക്കൺ, boron. Non-essential aluminum, arsenic, barium, bismuth, bromine, cadmium, germanium, gold, lead, lithium, mercury, rubidium, silver, strontium, titanium, zirconium is all found in plants and animal tissues. ഇതിനെ എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ ബയോളജിക്കൽ എഫക്റ്റും ഡിസീസ് ദാറ്റ് ഒക്കർ ഡ്യൂ ടു ഡെഫിഷ്യൻസിയും ടോക്സിറ്റി ഡ്യൂ ടു ഓവർഡോസും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇതിനെ എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്സ് വിളിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞതിന് പ്രോബബ്ലി എസെൻഷ്യൽസും ശരീരത്തിൽ ആവശ്യം ഉണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് നോൺ എസെൻഷ്യൽ എന്ന രീതിയിലുള്ള ട്രേസ് എലമെൻറ്റ്സിനെ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്സിൽ ഫസ്റ്റ് വൺ അയണാണ്. വൺ ഓഫ് ദി മോസ്റ്റ് എസെൻഷ്യൽ ട്രേസ് എലമെൻ്റാണ് അയൺ. ബോഡി കണ്ടൻറ്റ് ഈസ് 4 to 6 gram and is found in following forms. നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കണ്ടൻറ്റ് 4 to 6 gram മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഈ ഹീമോഗ്ലോബിനിൽ നമുക്കറിയാം, ഗ്ലോബിനിൽ അയൺ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഹീമോഗ്ലോബിൻ 68% ഓഫ് ദി അയൺ കണ്ടൻറ്റ് ബോഡി ഇൻ ഹീമോഗ്ലോബിൻസിലാണ്. ഫെറാറ്റിൻ 30%, ഹീമോസൈഡറിൻ 12%, മയോഗ്ലോബിൻ 3%, iron enzymes 0.2%, അതർ അയൺ കോമ്പൗണ്ട്സ് 3.6%. ഇങ്ങനെയായിരിക്കും നമ്മുടെ ബോഡിയിലുള്ള അയൺ കണ്ടെയ്ൻ ചെയ്യുന്നത്. 4 to 6 ഗ്രാംസിനും ഇത്രയും ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. There are certain enzymes that depend on iron. Enzymes that record iron as cofactor: cytochrome oxidase, xanthine oxidase and peroxidase and catalase. ഇവയെല്ലാം അയൺ ഡിപ്പെൻഡൻറ്റ് എൻസൈംസ് ആയിരിക്കും. ആൻഡ് ദി ബോഡി റിക്വയർമെൻറ്റ് 10 milligram per day ആയിരിക്കും അഡൽട്ട് പേഴ്സണുള്ളത്. 80 milligram per day ഒരു പ്രഗ്നൻറ്റ് വുമണിന് ആവശ്യമായി വരും. ഡെയിലി എക്സ്ക്രീഷൻ ഓഫ് ദി അയൺ 0.9 milligram per day അഡൽട്ട് എക്സ്ക്രീഷന് വരും. 1.3 milligram per day ഡ്യൂറിങ് മെൻസ്ട്രേഷൻ പീരിയഡ്. അയൺ ലോസ് ആൾസോ ഇൻക്രീസ് ഡ്യൂറിങ് ബ്ലീഡിങ് ആൻഡ് ഹെമറേജ്. ഈ സാഹചര്യത്തിലെല്ലാം അയണിൻ്റെ ലോസ് കൂടുതലായി വരും. ഇത് അയൺ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഫുഡിൽ കൂടെയാണ് എത്തുക. ഡയറ്ററി സോഴ്സ് വഴിയാണ് അയൺ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ലിവർ, കിഡ്നി, ഹാർട്ട്, സ്പ്ലീൻ, എഗ് യോക്ക്, ഫിഷ് ആൻഡ് ഓയിസ്റ്റർ ഇവയെല്ലാമാണ് നമുക്ക് അറിയാവുന്ന ഈ അയൺ നമുക്ക് ശരീരത്തിൽ എത്തിക്കുന്ന ഡയറ്ററി സോഴ്സസ്. അതേപോലെ തന്നെ ബോഡി കൺസേർവ്സ് അയൺ വെരി വെൽ. ഓൺലി approximately 1.3 milligram per day is absorbed from digested food. However, the absorption increases during
Growth and pregnancy. In case of iron deficiency, the iron absorption from food increased to 4 milligram per day. അതായത് സാധാ ഒരു ശരീരത്തിൽ ആവശ്യമായ അയൺ കുറവായതുകൊണ്ട് തന്നെ 1.3 milligram per day മാത്രമാണ് നമ്മുടെ വേസ്റ്റ് ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന അയണിൻ്റെ അളവ്. പക്ഷേ ഇൻ ദി ടൈം ഓഫ് പ്രഗ്നൻസി ആൻഡ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അത് 4 milligram per day ആയിട്ട് കൂടും. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് 4 milligram per day എന്ന രീതിയിലുള്ള അയണിൻ്റെ അബ്സോർപ്ഷൻ നടക്കും. അയൺ ഈസ് അബ്സോർബ്ഡ് ഫെറസ് Fe2+ ഫോമിലായിരിക്കും നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുക. അത് ഫ്രീ അയണായിട്ട് കണക്കാക്കും. നെക്സ്റ്റ് എസെൻഷ്യൽ ട്രേസ് എലിമെൻ്റ് ആണ് സിങ്ക്. Zinc is the second most abundant trace element. It acts in body mainly as a cofactor for 100 diverse zinc-dependent enzymes such as DNA polymerase, alkaline phosphatase, carboxypeptidase. ഇങ്ങനെയുള്ള എൻസൈംസിനെല്ലാം കൊഫാക്ടറായിട്ട്, അതായത് 100 ഡൈവേഴ്സ് സിങ്ക് ഡിപ്പെൻഡൻറ്റ് എൻസൈംസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് ട്രേസ് എലമെൻറ്റ്സ് ആണ്. ദീസ് എലമെൻറ്റ് മെയിൻലി റെഗുലേറ്റ് നോർമൽ ഗ്രോത്ത്, ഇമ്മ്യൂൺ സിസ്റ്റം, സെൽ ഗ്രോത്ത്, collagen synthesis, wound healing, bone metabolism, reproduction, taste, smell and vision. ഈ കാര്യങ്ങളെല്ലാം ഈ ബയോളജിക്കൽ ഫങ്ഷൻസിനെല്ലാം സഹായിക്കുന്ന എൻസൈംസിൻ്റെ കൊഫാക്ടറായിട്ടാണ് ഈ സിങ്ക് ആക്ട് ചെയ്യുന്നത്. ബോഡി കണ്ടൻറ്റ് ഈസ് 2.5 gram ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് 60% in muscle, 30% in bone and remaining 10% other body parts like tissues and organs ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് ദിസ് സിങ്ക് ഈസ് 3 to 15 milligram. ഏജ് ആൻഡ് സെക്സ് ഡിപ്പെൻഡൻറ്റ്, അതായത് ഇൻഫൻറ്റ് ആൻഡ് ചിൽഡ്രൻ റിക്വയർഡ് ആസ് ലിറ്റിൽ ആസ് 3 to 5 milligram ആവശ്യമായി വരുമ്പോൾ അഡൽട്ട് മെയിൽ റിക്വയർസ് ആൻഡ് മോർ ദാൻ അഡൽട്ട് ഫീമെയിൽ. ഹൗവർ ഡ്യൂറിങ് ലാക്ടേഷൻ ഡിമാൻഡ് ഇൻ ഫീമെയിൽസ് ഇൻക്രീസ് ടു 40 milligram per day. അതായത് പ്രായവും സെക്സും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യം, സിങ്കിൻ്റെ ആവശ്യം, റിക്വയർമെൻറ്റ് വ്യത്യാസമായി വരുന്നുണ്ട്. ഡയറ്റ് റിച്ച് ഇൻ സിങ്ക് ഇൻക്ലൂഡ്സ് സിങ്ക് കൂടുതലുള്ള ഫുഡ്സ് റെഡ് മീറ്റ്, ബീഫ് പോലെയുള്ള റെഡ് മീറ്റ്, ഫിഷ് ആൻഡ് സീ ഫുഡ്, ഇവയെല്ലാമാണ് സിങ്കിൻ്റെ അളവ് കൂടുതലായി കാണുന്നത്. അതായത് നമ്മുടെ ഡയറ്ററി സോഴ്സായി നമുക്ക് എടുക്കുന്നത്. 20 to 30% of dietary zinc is absorbed mainly by small intestine. Post absorption is found in the blood bound to erythrocytes 75 to 80%. The rest is complex within albumin, transferrin and immunoglobulins. Zinc is mainly excreted through GIT in stool and to lesser extent in urine. നമ്മുടെ എക്സ്ക്രീഷൻ വഴി തന്നെയാണ് നമ്മുടെ സിങ്ക് എക്സ്ക്രീഷൻ നടക്കുന്നത്. Zinc level will decrease substantially in leukemia, liver cirrhosis, hepatitis, sickle cell anemia, infection, pernicious anemia and malnutrition. ഈ സമയങ്ങളെല്ലാം സിങ്ക് ലെവൽ വളരെ കുറയുമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ലുക്കീമിയ, ലിവർ സിർഹോസിസ്, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയെല്ലാം. സിങ്ക് ഡെഫിഷ്യൻസിൻ്റെ കോമൺ സിംറ്റംസ് ഇൻ ചിൽഡ്രൻസ് growth retardation and skeletal abnormalities and typical symptoms in which zinc deficiency should be considered. ചിൽഡ്രൻസിൽ ഗ്രോത്ത് റിട്ടാർഡേഷനും ആൻഡ് സ്കെലറ്റൽ അബ്നോർമാലിറ്റീസാണ് ഈ സിങ്കിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. ഇൻ അഡൽട്സ് reduced sense of taste and smell, loss of appetite, development of abnormal skill designs and excessive hair loss. ഇവയെല്ലാം സിങ്കിൻ്റെ കുറവ് മൂലം ഹ്യൂമൻ ബോഡി സംഭവിക്കുന്ന സിംറ്റംസ് ആണ്. സിങ്ക് കൂടിയാലും പ്രശ്നമാണ്. സിങ്ക് ടോക്സിസിറ്റി ഉണ്ടാകും. സിങ്ക് ടോക്സിസിറ്റി occurs due to excessive injection of zinc. Some toxic compounds such as zinc SnCl2, zinc chloride, if injected, may cause generalized necrosis, burns and ulcer if applied excessively on skin. സിങ്ക് ടോക്സിസിറ്റി കോസ് ആവുന്നത് ഇങ്ങനെ സിങ്കിൻ്റെ അളവ് ഇൻഡസ്ട്രേജ് കൂടുതലാകുമ്പോൾ ഈ പറഞ്ഞ ജനറലൈസ്ഡ് നെക്രോസിസ്, ബേൺസ് ആൻഡ് അൾസേഴ്സ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. ദിസ് കോമ്പൗണ്ട് ഈസ് ഫോംലി മോസ്റ്റ് ഇൻ ഡിയോഡറൻസിലാണ് ഈ കോമ്പൗണ്ട്സ്, അതായത് സിങ്ക് ക്ലോറൈഡ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. പ്രൊലോങ്ഡ് exposure of industrial compounds such as zinc oxide may lead to pneumomonitis and sometimes even ക്യാൻസറിന് ഒരു കാരണമാവാറുണ്ട് ഇതിൻ്റെ പ്രൊലോങ്ഡ് എക്സ്പോസർ. Next one is the copper. Copper is the third most abundant trace element in the human body. Daily dietary requirement is between 2 to 6 milligram, which is mainly obtained from red meat, cocoa,
fish water pumped through copper pipes and chocolates. കോപ്പറിൻ്റെ അളവ് നമുക്ക് ഈ രീതിക്കാണ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. അതായത് റെഡ് മീറ്റിൽ കൂടെ നമുക്ക് കിട്ടും കൊക്കോ, ഷെൽഫിഷ്. പിന്നെ നമുക്ക് കിട്ടുന്നത് മെയിൻലി കിട്ടുന്നത് കോപ്പർ പൈപ്പ്. നമ്മുടെ മിക്ക വാട്ടർ ട്രാൻസ്പോർട്ടിങ് സംവിധാനങ്ങളും ഉള്ളത് കോപ്പർ പൈപ്പ്സ് ഉള്ളതാണ്. കോപ്പർ പൈപ്പിൽ ഉണ്ടാകുന്ന എറോഷൻ കാരണം, അതിൽ നിന്നുള്ള കൊറോഷൻ കാരണം നമുക്ക് കോപ്പർ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. 40-60% of copper is absorbed by duodenum and is transported via metalloenzymes, example ascorbic acid oxidase. ഈ 40-60% കോപ്പർ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നത് ഡിയോഡിനം വഴിയാണ്. പിന്നെ അത് മെറ്റാലോ എൻസൈംസ് വഴി ട്രാൻസ്പോർട്ടായി ബോഡീൻ്റെ പല ഭാഗത്തും എത്തുന്നുണ്ട്. ഇൻ പ്ലാസ്മ 90% is bound to a conjugated metalloenzyme known as ceruloplasmin. 9% is bound to carrier proteins such as albumin. Only 1% is free copper. അതായത് 90% ഉള്ളത് മെറ്റാലോ എൻസൈംസ്, കോഞ്ചുഗേറ്റഡ് മെറ്റാലോ എൻസൈംസ് ആയ സെറുലോ പ്ലാസ്മിനിലാണ്. 9% എന്ന് പറയുന്നത് നമ്മുടെ കാരിയർ പ്രോട്ടീൻസിലും ആൽബുമിൻ പോലെയുള്ള കാരിയർ പ്രോട്ടീൻസിലും 1% മാത്രമാണ് ഫ്രീ കോപ്പർ ഉള്ളത്. ഇൻ ഹ്യൂമൻ ബോഡി കോപ്പർ കണ്ടന്റ് ഈസ് 80-120 മില്ലിഗ്രാം മനുഷ്യശരീരത്തിൽ കാണുന്നുണ്ട്. കോപ്പർ നമ്മുടെ മനുഷ്യശരീരത്തിൽ ഉണ്ടാവും. നമ്മുടെ ബോഡി ഫങ്ഷൻസിൽ കോപ്പറിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, കോപ്പർ ഈസ് ഇൻവോൾവ് ഇൻ പ്രോസസ് ഓഫ് എറിത്രോബയോസിസ്, erythrocyte function, and regulate erythrocyte survival. Critical for energy production in the cell. It is also involved in nerve conduction, connective tissues, and cardiovascular system and immune system. Copper is closely related to estrogen metabolism and is required for women's fertility and to maintain pregnancy. Copper stimulates production of neurotransmitters epinephrine, norepinephrine and dopamine. ഈ ഫങ്ഷൻസിനെല്ലാം ഈ പറഞ്ഞ ഫങ്ഷൻസിലെല്ലാം കോപ്പർ സഹായിക്കുന്നുണ്ട്. hypocuperamiasis associated with, that is the deficiency of copper, anemia in infants, malnutrition in infants, Menkes Kingi hair syndromes. That is a genetic order where copper absorption leads to a brain disease which then causes characteristic wiry steel hair. Nephrosis, hypoproteinemia. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡെഫിഷ്യൻസി ഓഫ് ദി കോപ്പർ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ പേരാണ്. Hypocuperamias, that is the excess of copper. It makes problems in pregnancy, estrogen therapy, thalassemia and anemia, leukemia and lymphoma, particular Hodgkin disease, rheumatoid arthritis. പിന്നെ ഉണ്ടാകുന്നത് കോപ്പർ ടോക്സിസിറ്റി may occur due to ingestion of excess copper or as a result of environmental exposure, and this is characterized by increased tissue and serum levels. ഈ പറഞ്ഞതെല്ലാം ഇതെല്ലാം നമ്മുടെ ഹൈപ്പർ, അതായത് നമ്മുടെ കോപ്പറിൻ്റെ അധികം കോപ്പർ ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പ്രഗ്നൻസിയിൽ പ്രശ്നമുണ്ടാകും, എസ്ട്രോജൻ തെറാപ്പി പ്രശ്നങ്ങളുണ്ടാകും, തെലസേമിയ അനീമിയ ഉണ്ടാക്കും, ലുക്കീമിയ ലൈഫോമ പെർട്ടിക്കുലർ ഹോഡ്ജിൻസ് ഡിസീസ് എല്ലാം ഉണ്ടാക്കുന്നത് കോപ്പർ അധികമായാലാണ്. നെക്സ്റ്റ് വൺ ഈസ് ദി cobalt. Cobalt is the vitamin B12 is the only cobalt containing compound. വിറ്റാമിൻ B12 മാത്രമാണ് കൊബാൾട്ട് കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആയിട്ടുള്ളത്. ബീഫ്, സീ ഫുഡ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ആർ മേജർ സോഴ്സ് ഓഫ് വിറ്റാമിൻ B12. Similar to manganese and daily intake of cobalt significantly exceeds required dose, that is 0.1 microgram per liter. Deficiency of cobalt led to diminishing vitamin B12 absorption. അതായത് വിറ്റാമിൻ B12 മാത്രമാണ് കൊബാൾട്ട് കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആയതുള്ളത്. വിറ്റാമിൻ B12 നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ബീഫ്, സീ ഫുഡ് ആൻഡ് ഡയറി പ്രോഡക്ട്സിൽ കൂടിയാണ് വിറ്റാമിൻ B12 നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഇതേപോലെ തന്നെ ഒരു 0.1 മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് ഡെയിലി ഇൻടേക്ക് ഓഫ് ദി കൊബാൾട്ട് ആവശ്യമായിട്ടുള്ളത്. ഡെഫിഷ്യൻസി ഓഫ് കൊബാൾട്ട് ഇസ് ലെഡ് ടു ഡിമിനിഷിങ് വിറ്റാമിൻ B12 അബ്സോർപ്ഷൻ. അതായത് വിറ്റാമിൻ B12 ശരീരത്തിൽ എത്താനാകുമ്പോൾ തന്നെയാണ് കൊബാൾട്ടിൻ്റെ
അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത്. Greater than 70% dietary vitamin B12 is also absorbed in the presence of intrinsic factor through the intestinal mucosa. Intestinal mucosa വഴിയാണ് 70% ഓഫ് ഡയറ്ററി വിറ്റാമിൻ B12 നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നത്. ലെസ് ദാൻ 5% is absorbed in absence of intrinsic factor. After the absorption, vitamin B12 is converted to cobalamin and stored in liver. The deficiency of the cobalt had never been reported. However, vitamin B12 deficiency may occur mainly due to the absence of intrinsic factor, which subsequently affect intestinal absorption, followed by depletion of the liver stores, later on leading on the pernicious anemia. It's caused cobalt deficiency റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും B12 ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇൻറ്റൻസീവ് ഫാക്ടേഴ്സ് വിച്ച് സബ്സിക്വൻ്റ്ലി എഫക്ട്സ് ഇൻറ്റസ്റ്റിനൽ അബ്സോർപ്ഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണമാണ് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടാകുന്നത്. ടോക്സിറ്റി മേ ഒക്കർ ഡ്യൂ ടു എക്സസീവ് ഇൻഹലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ മേ ലീഡ് ടു, അതായത് കൊബാൾട്ട് കൂടിയാലും പ്രശ്നമാണ്. വിറ്റാമിൻ B12 അബ്സോർപ്ഷൻ കൂടിയാൽ പൾമിനറി എഡീമ, കാർഡിയോമയോപ്പതി എന്ന രോഗാവസ്ഥകളെല്ലാം ഉണ്ടാകാറുണ്ട്. താങ്ക് യു.